ഹലോ, അപ്പോൾ ഇതെൻ്റെ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇതുവരെ ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ലോങ് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും പുതിയ വർഷമൊക്കെ തുടങ്ങാൻ പോകണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ചാനലിൽ കുറച്ച് ലോങ് വീഡിയോസൊക്കെ അങ്ങ് ഇരിക്കട്ടെ എന്ന്. അപ്പോൾ ഇനി മുതൽ എൻ്റെ ചാനലിൽ ഞാൻ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി കലണ്ടറാണ് കേട്ടോ. കാണാനും ഭയങ്കര ക്യൂട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടേബിളിലൊക്കെ ഇതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു മിനി കലണ്ടർ ഉണ്ടാക്കാവേ. ജസ്റ്റ് ഏതെങ്കിലും വീട്ടിലുള്ള പഴയ ഒരു കാർഡ്ബോർഡ് മതിയിട്ട് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ ഈ കാർഡ്ബോർഡിൻ്റെ ഭംഗിയൊന്നും നോക്കണ്ട കേട്ടോ. കാരണം വീട്ടിലുള്ള ഏതോ ഒരു പഴയൊരു സാധനം എടുത്തുകൊണ്ട് വന്ന് ഞാൻ എന്തൊക്കെയോ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സാധനത്തിലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ പേപ്പർ ഇല്ല എന്നുള്ളവർ വിഷമിക്കണ്ട. കാരണം നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ പ്രിൻ്റ് എടുത്ത് തീർന്നു പോയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു A4 പേപ്പറിൽ ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവേ. പിന്നുണ്ടല്ലോ, എനിക്ക് ഈ ഗമ്മ് തേക്കുന്ന സമയത്ത് ഒരു ഒടുക്കത്തെ എനർജിയാണ്. ആ എനർജിയുടെ അത് നിങ്ങളിപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കൈ വെച്ചങ്ങ് തേച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ ഈ പേപ്പർ എടുക്കുക, നേരെ അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യുന്ന ഭാഗത്ത് ഈ ഭാഗത്ത് കവർ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഫ്രണ്ടിൽ കാണുന്ന ഭാഗം മാത്രം നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നൊരു കാര്യം, ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ 2025 ഇത് ലാസ്റ്റ് വീഡിയോ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 2026 ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താവും ചാനലിൻ്റെ ഒരു ലെവൽ എങ്ങനെയാവും നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ മുകളിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഞാൻ നേരെ ഫോം പേപ്പർ എടുത്തിട്ട് ഈ 2026 എന്നൊക്കെ എഴുതി ഞാൻ കട്ട് ചെയ്തു കേട്ടോ. എൻ്റെ മോനെ ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഞാൻ കുറേ തവണ ട്രൈ ചെയ്ത് കിട്ടിയതായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ കട്ട് ചെയ്ത ഈ സംഭവം ഉണ്ടല്ലോ അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അത് കാണുമ്പോൾ ഒരു രസമില്ല. അപ്പോൾ ശരി, 2026 ഉള്ളത് ഇങ്ങനെ മുകളിലും താഴെയായിട്ട് ആ ഒരു ലെവലിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. നേരെ 2 A4 പേപ്പർ എടുത്തിട്ട് ഞാൻ ഒരു 12 പീസ് വരുന്ന പോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് 12 മാസങ്ങളാണല്ലോ ഉള്ളത്. പിന്നെ 12 പീസ് കട്ട് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ നേരെ 2 A4 പേപ്പർ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് ശേഷമുള്ള പാർട്ടായിരുന്നു ഗൈസ്. എനിക്ക് കുറച്ചങ്ങ് മടി പിടിച്ചിട്ട് ചെയ്ത സംഭവമായിരുന്നു കേട്ടോ. കാരണം എന്താ, നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയ പോലെ തന്നെ ഇങ്ങനെ 12 പേപ്പറിൽ ഇങ്ങനെ നിരത്തി 1 2 3 പറഞ്ഞ LKG കുട്ടികൾ പഠിക്കണ പോലെ അങ്ങ് എഴുതണമല്ലോ. അത് കുറച്ചങ്ങ് മടി പിടിക്കുന്ന കുറച്ച് പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ കുഴപ്പമില്ല, ഞാനിങ്ങനെ വേഗം അങ്ങ് പണി തീർക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കാം കേട്ടോ. ചെറിയ ഇങ്ങനെ പീസസ് ആക്കി ഇത് പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്തിങ്ങനെ ചെയ്യാം കേട്ടോ. എനിക്കുണ്ടല്ലോ ഇങ്ങനെ വല്ല ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹെവി ആവാനും പാടില്ല, എന്നാൽ കാണാൻ ഭംഗിയുണ്ടാവണം. അങ്ങനെയാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്കെയിലൊക്കെ വെച്ച് ഇതുപോലെ അങ്ങനെ പിങ്കും ബ്ലൂവും ആ ഒരു ടൈപ്പിൽ ഇങ്ങനെ 12 എണ്ണം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ പരിപാടി. നേരെ ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ പോലെ ഈ 12 പേപ്പറിൽ അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. കാരണം നമുക്ക് 12 മാസമുണ്ട്. അപ്പോൾ പിന്നെ 12 എണ്ണം നേരെ ഇതുപോലെ അങ്ങ് ഫുള്ളാക്കി എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പക്ഷേ ഉണ്ടല്ലോ എല്ലാം കൂടി അങ്ങ് എല്ലാം അങ്ങ് എഴുതി കഴിഞ്ഞ് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ കാരണം ഒന്ന് എഴുതുമ്പോൾ അത്ര ഒരു രസമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ 2 3 4 അങ്ങനെ പോവെ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 12 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചത്. ഫസ്റ്റ് ബ്ലൂ ആണെങ്കിൽ പിന്നെ നെക്സ്റ്റ് പിങ്ക് അങ്ങനെ വെക്കാമെന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ഈ 12 എണ്ണം ഇതുപോലെ അങ്ങ് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫുൾ അങ്ങ് എഴുതിയെടുത്തിട്ടുണ്ട്. ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണിയൊന്നുമില്ല, എല്ലാം അങ്ങ് ഫിനിഷ് ആവാറായിട്ടുണ്ട് കേട്ടോ. നേരെ ഇതുപോലെ ഓൾട്ടർനേറ്റീവായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിങ്ക് ബ്ലൂ ആ ഒരു ടൈപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതുണ്ടല്ലോ എനിക്ക് വെട്ടി നശിപ്പിക്കാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഞാൻ ഇത് ഇന്നലെ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു നെയിം ക്ലിപ്പായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിരുന്നു. അപ്പോൾ എനിക്ക് വെട്ടി നശിപ്പിക്കുമ്പോഴൊരു ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷേ ഇതിൽ ഒട്ടിക്കാമല്ലോ എന്നുള്ളൊരിതിൽ ഞാൻ നേരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഒട്ടിക്കാം കേട്ടോ. പക്ഷേ എനിക്ക് സ്റ്റിക്കറിനെക്കാട്ടി എന്തുകൊണ്ടും എനിക്കിത് ഭയങ്കര ക്യൂട്ടായി തോന്നി. അപ്പോൾ ഇതിന് മാച്ച് ആവും തോന്നി. അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്തങ്ങ് ഒട്ടിക്കുകയായിരുന്നു കേട്ടോ. ഇനിയാണ് നമ്മുടെ പരിപാടി. മറ്റേ ആ മന്തൊക്കെ എഴുതിയ പേപ്പർ ഉണ്ടല്ലോ അത് നേരെ ഇതിലോട്ട് അങ്ങ് സ്റ്റാപ്ലർ പിൻ വെച്ച് അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ചും കൂടി ആഡംബരം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നേരെ കുഞ്ഞു സ്റ്റാറൊക്കെ ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.